നമസ്കാരം, ഞാൻ റോസോ. വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രണ്ടാം ഭാഗമായിട്ട് സ്റ്റേഷൻ 1 ഷിൻകാൻസൻ ബുള്ളറ്റ് ട്രെയിൻ ചിന്ത. തീവണ്ടി കയറി പുതിയ ചക്രവാളത്തിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഈ ആശയത്തിൻ്റെ ഉറവിടം എന്താണെന്ന് നോക്കാം. അതിനായി നൂറ്റാണ്ടിൻ്റെ കാൽഭാഗം പിറകോട്ട് പോയി ജാക്ക് വെൽച്ച് എന്ന വ്യക്തിയിലെത്താം. 1982 മുതൽ 2001 വരെ ജനറൽ ഇലക്ട്രിക്കിൻ്റെ ചെയർമാനായിരുന്ന ഈ വ്യക്തിയെ നിങ്ങൾക്കൊരു പക്ഷേ പരിചയമുണ്ടാവില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും നല്ല എക്സിക്യൂട്ടീവാണ് ഇയാൾ. ജോലിക്കാരുടെ ഉദ്ദേശങ്ങളും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും 3 മാസം കൂടുമ്പോൾ വിലയിരുത്തുന്ന ഒരു രീതി അദ്ദേഹം കൊണ്ടുവന്നു. ഇന്നും വൻകിട ചെറുകിട കമ്പനികളിൽ ഇത് പ്രാബല്യത്തിലുണ്ട്. ഈ രീതി ഒരുവിധം നന്നായി പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ചില മേഖലകളിൽ പ്രവർത്തനശേഷി കുറയുന്നതായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്താണ് പ്രശ്നം? ഏറ്റവും കുറഞ്ഞ പ്രതിബന്ധങ്ങളുടെ പാത. ഈ പ്രശ്നത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ഓരോ 3 മാസവും ജോലിക്കാർ തങ്ങളുടെ കാര്യം ലക്ഷ്യങ്ങളായി എഴുതി തരുന്നത് വളരെ എളുപ്പം നേടിയെടുക്കാവുന്നതും കുറച്ച് അധ്വാനം ആവശ്യമായി വരുന്നതുമായ കാര്യങ്ങളാണ്. ഇതിനെയാണ് കുറഞ്ഞ പ്രതിബന്ധങ്ങളുടെ പാത എന്ന് പറയുന്നത്. മൗലികമായ മാറ്റം, വർദ്ധിച്ച മാറ്റം. മൗലികവും വർദ്ധിച്ച മാറ്റവും ഓംലെറ്റിൽ നേരത്തെ നിലവിലുള്ള ഒന്നിലേക്ക് ഉണ്ടാവുന്നതാണ് വർദ്ധിച്ച മാറ്റം. ഉദാഹരണത്തിന്, ഓംലെറ്റിലേക്ക് ചെറുതായി മുറിച്ച് വറുത്ത ഉരുളക്കിഴങ്ങ് ചേർത്താണ് സ്പെയിനിലെ ഒരു പാചകക്കാരൻ ഉരുളക്കിഴങ്ങ് ഓംലെറ്റ് ഉണ്ടാക്കിയത്. ഓംലെറ്റ് നേരത്തെ ഉണ്ടായിരുന്നു, അതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോഴാണ് വർദ്ധിച്ച മാറ്റം ഉണ്ടാവുന്നത്. മൗലിക മാറ്റം മുമ്പേ നടന്നു കഴിഞ്ഞു. ആദ്യമായി ഒരാൾ മുട്ട പൊട്ടിച്ച് അടിച്ച് ഒഴിച്ച് വറുത്തപ്പോൾ അതുവരെ നിലവിലില്ലാത്ത ഒന്നാണ് അന്ന് ജനിച്ചത്, ഓംലെറ്റ്. ഇത് പാചകകലയിലുണ്ടായ വിപ്ലവമായിരുന്നു. നമ്മൾക്കെല്ലാവർക്കും ഇത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ഒരു പ്രൊജക്റ്റിൻ്റെ പ്രധാന ലക്ഷ്യം നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതു പിന്നെ നിലനിർത്തി പോകാനായിട്ട് ഉദാസീനമായിട്ടാവും പിന്നീടുള്ള ജോലി ചെയ്യുന്നത്. പറയാതെ വയ്യ, നമ്മൾ മനുഷ്യർ മടിയന്മാരാണ്. സ്വയം മെച്ചപ്പെടുത്താനും പുതിയ ഉയരങ്ങളിലെത്താനും അനുവർത്തനത്തിനെതിരെയും വീക്ഷണമില്ലായ്മയ്ക്കെതിരെയും നാം പൊരുതിയേ മതിയാവൂ. ഇത് വ്യവസായ മേഖലയിൽ മാത്രമുള്ള കാര്യമല്ല. കുറഞ്ഞ പ്രതിബന്ധങ്ങളുടെ പാത മറ്റു പല മേഖലകളിലും അഭിവൃദ്ധി വരുത്തുന്ന ഒരു കാര്യമാണ്. ഉദാഹരണത്തിന്, സ്വന്തം ശരീരവും ആരോഗ്യവും നോക്കുന്നതിൽ, ഇണയോടും മക്കളോടുമുള്ള ബന്ധത്തിൽ, സൗഹൃദവും ഒഴിവുനേരവും കൈകാര്യം ചെയ്യുന്നതിൽ, തീക്ഷ്ണപരമായും കലാപരമായും ആത്മീയപരമായുമുള്ള ലക്ഷ്യങ്ങളിൽ. മടി കൊണ്ടോ ജീവിതത്തിലെ ശീഘ്രഗതി കൊണ്ടോ ശരീരം ഗൗരവമുള്ള സൂചന തരുന്നതുവരെ നമ്മൾ ഒരേ രീതിയിൽ കഴിക്കുകയും ഉറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇണയോടൊപ്പമുള്ള ജീവിതം വിരസമാണ് എന്ന് നമ്മൾ അറിയുന്നത് ഒരു പ്രശ്നമുണ്ടാകുമ്പോഴാവും. അങ്ങനെ പല കാര്യങ്ങളും 3 മാസത്തിലൊരിക്കൽ മാറ്റങ്ങൾ വരുത്തുന്ന ജോലിക്കാരെ പോലെ നമ്മളും ഓരോ കാലയളവിൽ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളും ക്രമീകരണങ്ങളും വരുത്തുന്നു. പക്ഷേ അവ അർത്ഥവത്തായ ഒരു മാറ്റവും വരുത്തുന്നില്ല. ഇതിന് മടി മാത്രമല്ല കാരണം. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തി ഒടുവിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജമില്ലാതെ ആകുന്നതാവും. അല്ലെങ്കിൽ മാറ്റം നമ്മെ ഭയപ്പെടുത്തുന്നതാവാം. മിക്കാവയുടെ രഹസ്യം. എല്ലാ മനുഷ്യരെയും പോലെ ജാക്ക് വെൽച്ചും തൻ്റെ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയാണ് നന്നായി ജോലി ചെയ്യുന്ന തൻ്റെ ജോലിക്കാരെ പുതിയ പദ്ധതികൾ കണ്ടുപിടിക്കാനും ധൈര്യത്തോടെ അവയെ പിന്തുടരാനും പ്രോത്സാഹിപ്പിക്കുക. 1993 ടോക്കിയോവിലേക്ക് പോയ ഒരു യാത്രയിൽ നിന്നും അദ്ദേഹത്തിന് ഇതിനുത്തരം ലഭിച്ചു. ഈ യാത്രയിലാണ് ജനറൽ ഇലക്ട്രിക്സിൻ്റെ ജപ്പാൻ ശാഖയുടെ ചെയർമാൻ ഐജി മിക്കാവയെ പരിചയപ്പെടുന്നത്. അയാൾ വൈദ്യശാസ്ത്ര സാങ്കേതിക വിദ്യയിലും വിദഗ്ധനാണ്. ജനറൽ ഇലക്ട്രിക്സിൻ്റെ മറ്റെല്ലാ ശാഖകളെക്കാളും വേഗത്തിലാണ് മിക്കാവയുടെ പണിപ്പുരയിൽ മാറ്റമുണ്ടാവുന്നത്. വർഷങ്ങളായി ഇവരാണ് ലോകത്തിൽ ഏറ്റവും നല്ല TSE യന്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. മിക്കാവ തൻ്റെ രഹസ്യം പറഞ്ഞു. അതാണ് ഇപ്പോൾ പുസ്തക രൂപത്തിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന തീവണ്ടി മണിക്കൂറിൽ 10 കിലോമീറ്റർ അധിക വേഗത്തിൽ ഓടണമെങ്കിൽ എൻജിൻ കൂടുതൽ കുതിരശക്തി ആവശ്യം വരും. എന്നാൽ മണിക്കൂറിൽ 150 കിലോമീറ്ററിൽ നിന്നും 300 കിലോമീറ്റർ എത്തണമെങ്കിൽ നമുക്ക് മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കേണ്ടി വരും. റെയിൽ പാളങ്ങൾ മാറ്റി അകലം കൂട്ടണോ? തൂക്കുപാലങ്ങൾ മാറ്റണോ? പാസഞ്ചർ ട്രെയിനുകൾ കൂടുതൽ വായുചലനമുള്ളവയാക്കണോ? നിലവിൽ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കേണ്ടി വരും. ചെറിയ മാറ്റങ്ങളോടെ പുതിയ ഒരു തീവണ്ടി നമുക്ക് കിട്ടില്ല.
അതിനായി ആദ്യം മുതൽ തുടങ്ങണം, ഒരു നൂതന രീതിയിലുള്ള ചിന്തയോടെ. അസാധ്യമെന്ന് തോന്നുന്ന ജോലി. കണ്ണു തുറപ്പിക്കുന്ന ഈ ആശയത്തിൻ്റെ ഉറവിടം അറിയണമെങ്കിൽ പിറകോട്ട് 1958 വരെ പോകണം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ടോക്കിയോയും ഒസാക്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തീവണ്ടി വേണമെന്ന് ജപ്പാൻ റെയിൽവേയോട് ജപ്പാൻ സർക്കാർ നേരിട്ട് ആവശ്യപ്പെടുകയായിരുന്നു. ഏതാനും മാസങ്ങൾക്കു ശേഷം ജപ്പാൻ റെയിൽവേ എഞ്ചിനീയർമാർ മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന ഒരു തീവണ്ടിയുടെ നിർദ്ദേശം അധികൃതർക്ക് നൽകി. തീവണ്ടിയുടെ വേഗത സംബന്ധിച്ച് ഇത് അതിശയകരമായിരുന്നു. ഇത് യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള തീവണ്ടിയായി ഇത് മാറുമായിരുന്നു. എന്നാൽ റെയിൽവേ അധികൃതരുടെ മറുപടി തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ഇരട്ടി വേഗത്തിൽ ഓടുന്ന ഒരു തീവണ്ടിയാണ് നമുക്കാവശ്യം. എഞ്ചിനീയർമാർ അത്ഭുതപ്പെട്ടു. ഇത് തീർത്തും അസാധ്യം എന്നവർ പറഞ്ഞു. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന തീവണ്ടി ശാസ്ത്ര കഥാസാഹിത്യത്തിൽ മാത്രമേ സാധിക്കൂ. ഇതിനുവേണ്ടി എത്ര പണം വേണമെങ്കിലും ചെലവാക്കാം എന്നായി അധികൃതർ. കാരണം പ്രത്യക്ഷത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന ഈ പദ്ധതിക്ക് സർക്കാർ അനിയന്ത്രിതാധികാരം കൊടുത്തിട്ടുണ്ട്. ഷിൻകാൻസൻ പ്രഭാവം. ഏതാനും മാസങ്ങൾക്കു ശേഷം എഞ്ചിനീയർമാർ ഒരു പുതിയ നിർദ്ദേശവുമായി വന്നു. അതിൽ പല മാറ്റങ്ങളും ഉണ്ടായിരുന്നു. ഇത്രയും വേഗത വേണമെങ്കിൽ അവർക്ക് പല ആവശ്യങ്ങളും ഉണ്ടായിരുന്നു. റെയിൽപാളങ്ങളുടെ രൂപവും പൊക്കവും വിസ്താരവും മാറ്റണം. മൗണ്ട് ഫൂജിയുടെ ചുറ്റുമുള്ള മലകൾ താണ്ടാൻ തുരങ്കങ്ങൾ ഉണ്ടാക്കണം. അതിനായി നല്ലൊരു സംഖ്യ മാറ്റിവയ്ക്കണം. അതുവരെ ആളുകളുടെ മനസ്സിലുണ്ടായിരുന്ന തീവണ്ടി എന്ന സങ്കല്പത്തിന് മാറ്റം വരുത്തിക്കൊണ്ട് ഖനം കുറഞ്ഞ വായുവിൻ്റെ ചെറുത്തുനിൽപ്പ് മറികടക്കാൻ വായുചലന വിജ്ഞാനീയമായ ഒരു തീവണ്ടി പണിയണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന തീവണ്ടി ഉണ്ടാക്കുവാൻ 1-2 മാറ്റങ്ങൾ മതിയായിരുന്നു. എന്നാൽ ഇരട്ടി വേഗത വേണമെങ്കിൽ എല്ലാം മാറ്റണം. ഇത്തരം ഒരു വാഹനമുണ്ടാക്കാൻ വളരെ വ്യത്യസ്തമായ ചിന്ത തന്നെ വേണം. ഈ മൗലിക മാറ്റമാണ് എഞ്ചിനീയറിംഗ് മേഖലയിൽ ഉപയോഗിച്ച ഷിൻകാൻസൻ പ്രഭാവം. ഇത് ജീവിതത്തിലെ എല്ലാ വിഭാഗങ്ങളിലും പ്രയോഗിക്കാം. പ്രത്യക്ഷത്തിൽ അസാധ്യമെന്ന് തോന്നിയ പദ്ധതി 1964-ൽ, അതായത് സർക്കാർ ആവശ്യപ്പെട്ട് 6 വർഷങ്ങൾക്കു ശേഷം ടോക്കിയോ ഒളിമ്പിക്സിനായി ചരിത്രത്തിൽ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ലോകത്തെ അതിശയിപ്പിച്ച ഒരു നാഴികക്കല്ല് ഈ ഷിൻകാൻസൻ മണിക്കൂറിൽ 200 കിലോമീറ്റർ ഓടി ടോക്കിയോവിൽ നിന്നും ഒസാക്കയിലെത്തി. 6 മണിക്കൂർ 40 മിനിറ്റ് എടുത്ത യാത്രയെ 3 മണിക്കൂർ 10 മിനിറ്റാക്കി ചുരുക്കി. ഈ ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടാക്കുവാൻ വേണ്ടിവന്ന മാറ്റങ്ങൾ വർഷങ്ങളോളം തീവണ്ടി യാത്രയുടെ ചരിത്രത്തെ തന്നെ അടിമുടി മാറ്റി. ഈ മാറ്റത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പുണ്ടായത് നൂതന രീതിയിലുള്ള ചിന്ത പ്രായോഗികമാക്കിക്കൊണ്ടാണ്. അതിൻ്റെ ഫലം ഇപ്പോഴും കാണാനുണ്ട്. ഷിൻകാൻസൻ ചിന്ത, ബുള്ളറ്റ് ട്രെയിൻ ചിന്ത എങ്ങനെയാണ് കമ്പനിയിലെ മറ്റെല്ലാ കാര്യങ്ങളിലും പ്രയോഗിച്ചത് എന്നതിനെക്കുറിച്ച് പറയാൻ ഐ.ജി. മിക്കാവ് വളരെ താൽപ്പര്യം കാണിച്ചു. ഉദാഹരണത്തിന് 5% ചെലവാണ് തങ്ങൾ വെട്ടിച്ചുരുക്കുവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മേധാവികൾ പറഞ്ഞാൽ അത് 50% അദ്ദേഹം ആവശ്യപ്പെടും. മിക്കാവയുടെ വാക്കുകൾ വെൽച്ചിനെ വല്ലാതെ സ്വാധീനിച്ചു. ഈ ആശയം തൻ്റെ കമ്പനിയിലും അദ്ദേഹം പ്രയോഗിച്ചു. 3 മാസത്തിലൊരിക്കൽ സമർപ്പിക്കുന്ന തങ്ങളുടെ വിലയിരുത്തലുകളിൽ ബുള്ളറ്റ് ട്രെയിൻ ഉദ്ദേശങ്ങളും ഉൾപ്പെടുത്താൻ ജോലിക്കാരോട് ആവശ്യപ്പെട്ടു. 100 വർഷം മുമ്പ് സ്ഥാപിക്കപ്പെട്ട 100,000 ജോലിക്കാരുടെ ജനറൽ ഇലക്ട്രിക്സ് എന്നും പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നതിലും ഉൽപാദനക്ഷമതയിലും മുന്നോട്ട് നിൽക്കുന്നതിൻ്റെ രഹസ്യം ഇതാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ടോ? അത് നേടിയെടുക്കാൻ 10 വർഷം വേണമെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ അത് നടപ്പിലാക്കാനുള്ള ഏറ്റവും നല്ല വഴി 1 വർഷത്തിൽ എങ്ങനെ അത് നേടിയെടുക്കും എന്ന് ശ്രമിക്കുന്നതിലാണ്. പീറ്റർ തിൽ, സിലിക്കൺ വാലി നിക്ഷേപകൻ. ബുള്ളറ്റ് ട്രെയിൻ ചിന്ത പ്രാവർത്തികമാക്കിയവരെല്ലാം, അത് കമ്പനികളിലാണെങ്കിലും വ്യക്തികളിലാണെങ്കിലും, സമൂഹത്തിൽ വേറിട്ട് നിന്നവരാണ്. ഉദാഹരണത്തിന് ഇലൺ മസ്ക് പ്രാവർത്തികമാക്കിയ ഭൂമിയിൽ നിന്നും ഉയർന്നു പൊങ്ങുകയും താഴെ ഇറങ്ങുകയും ചെയ്യുന്ന റോക്കറ്റുകളുടെ നിർമ്മാണം. ഇതിനെ ആളുകൾ ഭ്രാന്തനാശയം എന്നാണ് വിളിച്ചത്. തൻ്റെ സ്വകാര്യ കമ്പനിയായ സ്പേസ് എക്സിൽ 10 വർഷത്തിനുള്ളിൽ അദ്ദേഹം അത് സാധിച്ചു. 50 വർഷത്തിൻ്റെ ഗവേഷണത്തിനു ശേഷവും നാസ പോലും ഇതിൽ വിജയിച്ചില്ല. മണിക്കൂറിൽ 1200 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർ ലൂപ്പ് എന്ന വാഹനവും അദ്ദേഹം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു സ്വകാര്യ ബുള്ളറ്റ് ട്രെയിൻ ലക്ഷ്യമുണ്ട്. ചൊവ്വയിലേക്ക് ആദ്യത്തെ മനുഷ്യനെ അയക്കണം. അത് സാധ്യമാവുമോ? ഇനി നിങ്ങളുടെ കാര്യം എങ്ങനെയാണ്? ജീവിതത്തിലെ ഏതു മേഖലയിലാണ് നിങ്ങൾ ഷിൻകാൻസൻ പ്രഭാവം പ്രയോഗിക്കാൻ പോകുന്നത്?
നിങ്ങളുടെ ആദ്യത്തെ ഷിൻകാൻസൻ ലക്ഷ്യം സജ്ജമാക്കുക. ഈ രീതിയിൽ സഫലമാകാൻ ഒരു സ്വപ്നമുണ്ടെങ്കിൽ അത് പ്രത്യക്ഷത്തിൽ അസാധ്യമാണെന്ന് തോന്നണം. എളുപ്പത്തിൽ നേടാൻ കഴിയുന്ന ഉദ്ദേശ്യമാണെങ്കിൽ അതിനെ ബുള്ളറ്റ് ട്രെയിൻ ലക്ഷ്യം എന്ന് വിളിക്കാൻ കഴിയില്ല. പ്രത്യക്ഷത്തിൽ അസാധ്യമായ ലക്ഷ്യങ്ങൾ മനസ്സിൽ കാണുമ്പോൾ വളരെ പഴയ ആശയങ്ങളും പ്രക്രിയകളും ഒഴിവാക്കി വിലങ്ങനെ ചിന്തിക്കുവാനുള്ള അവസരമുണ്ടാകും. നിങ്ങളുടെ ഷിൻകാൻസൻ ലക്ഷ്യത്തെക്കുറിച്ച് എഴുതാൻ മടിക്കരുത്. സ്വന്തം ഹെലികോപ്റ്റർ പറപ്പിക്കണമെന്നുണ്ടോ? എഴുതിയിടൂ. അലാസ്കയിലേക്ക് യാത്ര ചെയ്ത് ആറോറ പ്രകാശം കാണണമെന്നുണ്ടോ? എഴുതിയിടൂ. വ്യവസായം 3 ഇരട്ടിയാക്കണമെന്നുണ്ടോ? എഴുതിയിടൂ. ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്നുണ്ടോ? എഴുതിയിടൂ. എഴുതിയിടാൻ ഞങ്ങൾ നിർബന്ധിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഒരു സ്വകാര്യ ലക്ഷ്യം നേടണമെങ്കിൽ അത് എഴുതിയിടുക എന്നത് ലളിതമായ ആദ്യത്തെ പടിയാണ്. നമുക്ക് തുടങ്ങാം. എൻ്റെ ഷിൻകാൻസൻ ഉന്നം 1. വെറുതെ എഴുതിയിടുന്നതുകൊണ്ട് ഒന്നും നേടില്ല. അടുത്തതായി ലക്ഷ്യത്തിലെത്താൻ എളുപ്പത്തിനായി നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 10 പ്രാരംഭ സംരംഭങ്ങൾ എന്ന് എഴുതുക. ഇത് നിങ്ങളുടെ ബുള്ളറ്റ് ട്രെയിൻ ലക്ഷ്യം നേടാൻ സഹായിക്കും. പ്രവൃത്തി എന്തെന്ന് പറയുക, അതെങ്ങനെ ചെയ്യും, എപ്പോൾ തുടങ്ങും എന്നെഴുതുക. ഉദാഹരണത്തിന്, എൻ്റെ ഷിൻകാൻസൻ ഉന്നം 1 1000 ആളുകളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കണം എന്നാണെങ്കിൽ എൻ്റെ പ്രവൃത്തി പട്ടിക ഇങ്ങനെയാവും. പ്രഭാഷണങ്ങൾ നടത്തുന്നതെങ്ങനെ എന്ന് വിവരിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുക, പ്രസംഗികരെ കണ്ട് സംസാരിക്കുക, ഉപദേശങ്ങൾ തേടുക, ഇഷ്ടമുള്ള പ്രാസംഗികരുടെ യൂട്യൂബ് വീഡിയോകൾ കാണുക, താൻ പ്രസംഗിക്കുന്നത് ക്യാമറയിലെടുത്ത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുക, ഒരു ചെറിയ ജനക്കൂട്ടമുള്ള ഒരു വേദിയിൽ പരിശീലനത്തിനു വേണ്ടി പ്രസംഗിച്ചു തുടങ്ങുക, പ്രഭാഷണം പഠിക്കുവാൻ കോഴ്സിന് ചേരുക, സഭാകമ്പമില്ലാതെയാവാൻ നാടകാഭിനയം പരിശീലിക്കുക. ഉറുഗ്വേയിലെ കോച്ച് മറിയോ റെയ്സ് എഴുതിയത് ഇങ്ങനെയാണ്: ഞാൻ എന്തു ചെയ്യും, പ്രസംഗിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കും. എങ്ങനെ ചെയ്യും? ഒരു പുസ്തകക്കടയിൽ ചെന്ന് സഹായം ചോദിക്കും. എപ്പോൾ ചെയ്യും? നാളെ 2:30 ജോലിക്കിടയിൽ ഒഴിവ് കിട്ടുമ്പോൾ ചോദിക്കും. ഇത്തരത്തിൽ 10 ലക്ഷ്യങ്ങൾ എഴുതിക്കഴിഞ്ഞ് എന്ത്, എങ്ങനെ, എപ്പോൾ എന്നതും എഴുതിക്കഴിഞ്ഞ കടലാസിൻ്റെ അവസാനം ഒപ്പിടുക. ഇത് നമ്മളോട് തന്നെ നൽകുന്ന ഒരു ഉറപ്പാണ്. അത് പെട്ടെന്ന് കാണാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒട്ടിച്ചു വയ്ക്കുക. ഒരിക്കൽ ഒപ്പിട്ടാൽ പിന്നെ തിരിഞ്ഞു പോക്കില്ല. ബുള്ളറ്റ് ട്രെയിൻ ഓടാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്നത്തെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.